നസ്യം പഞ്ചകർമ്മ ചികിത്സകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചികിത്സയാണ്. നമ്മുടെ ശിരസിലേക്കുള്ള ഒരേ ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് നോസ്ട്രൽസ് ആണ്. സോ ഇതിലൂടെ മെഡിസിൻ ഒഴിക്കുന്നതിനെയാണ് നസ്യകർമ്മം എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻസ്. നമ്മൾ ചില സമയത്ത് ഓയിലായിരിക്കും ഒഴിക്കുന്നത്, ചില സമയത്ത് മെഡിസിൻസിന്റെ ജ്യൂസ് എടുത്തിട്ടായിരിക്കും ഒഴിക്കുന്നത്. അതേ കണക്ക് തന്നെ പൊടി ചേർത്തും നമുക്ക് നസ്യം ചെയ്യാവുന്നതാണ്. നസ്യം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയാണ്. മൂക്കിലോട്ട് മെഡിസിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നീറ്റൽ വരുമോ, സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. പക്ഷെ അങ്ങനൊന്നും ഇല്ല. സോ ഇന്ന് നമുക്ക് പരിചയപ്പെടാം നസ്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. നസ്യം ചെയ്യുന്നത് എപ്പോഴും പേഷ്യന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കാം. ചിലർക്ക് സൈനസൈറ്റിസിനായിരിക്കാം നമ്മൾ ചെയ്യുന്നത്, ചിലർക്ക് നമ്മളുടെ നാഡീ ഞരമ്പുകളെയൊക്കെ ഒന്ന് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശിരോ രോഗങ്ങൾക്കൊക്കെ നമുക്കിത് ചെയ്യാം. അത് മാത്രമല്ല സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഫേസ് പിഗ്മെന്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഈ പിമ്പിൾസിനും ഒക്കെ നമുക്ക് നസ്യം ബെനിഫിറ്റ് ആണ്. യുക്തമായിട്ടുള്ള തൈലം വെച്ചിട്ട് മുഖത്ത് ആദ്യം മസാജ് ചെയ്യുക. ശേഷം നമ്മൾ മുഖത്ത് വേണ്ടുന്ന രീതിയിൽ ആവി കൊടുക്കുക. ആവി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തൈലം ഉപയോഗിച്ച് നമുക്ക് നസ്യം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇലകളുടെ ചാറെടുത്ത് നമുക്ക് നസ്യം ചെയ്യാം. മറ്റൊന്നെന്ന് വെച്ചാൽ ചൂർണങ്ങൾ ചേർത്തും നമുക്ക് നസ്യം ചെയ്യാം. സോ ഈ ഒരു പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്പിറ്റ് ചെയ്യാം. സ്പിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ധൂപനം കൊടുക്കാം. അതായത് യുക്തമായിട്ടുള്ള മെഡിസിൻസ് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ധൂപനം, അതായത് മൂക്കിലേക്ക് പുക കയറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ്. സോ ഇതോടുകൂടി നമ്മുടെ ചികിത്സ കഴിയും. ആവശ്യമുള്ള കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ കവലഗ്രഹം അല്ലെങ്കിൽ ഗണ്ടൂഷം യുക്തമായ കഷായം വെച്ച് കൊടുക്കാവുന്നതാണ്.